ദിനത്തോടനുബന്ധിച്ച് ചെണ്ടമേളങ്ങൾ നടക്കാറുണ്ട്, ചെണ്ടവാദ്യ പ്രയോഗങ്ങൾ നടക്കാറുണ്ട്. തൃശ്ശൂരിലെ ചേറ്റുവ നേർച്ചയ്ക്ക് നടത്തിയ ചെണ്ടമേളത്തിന്റെ ഒരു ദൃശ്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. മക്ബറകൾക്കരികിൽ ഇങ്ങനെ ഒരു വാദ്യമേളം നടത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ടോ? അള്ളാഹുവിന്റെ റസൂലിന്റെ നിർദ്ദേശമോ കൽപ്പനയോ ഉണ്ടോ? അള്ളാഹുവിന്റെ റസൂല് ജീവിച്ചിരിക്കുന്ന കാലത്ത് അവിടെ വാദ്യോപകരണങ്ങളുണ്ട്. എന്നാൽ ഏതെങ്കിലും ഒരു വാദ്യോപകരണം ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ഖബറിനരികിൽ ഇതേപോലെ ഒരു ആഘോഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംഘടിപ്പിച്ചോ? ഇല്ല എന്നതാണ് സത്യം. സ്വാഭാവികമായും ആ സത്യം മനസ്സിലാക്കിയ അതറിഞ്ഞ പണ്ഡിതന്മാർ ചെയ്യേണ്ടിയിരുന്നത് എന്താണ്? ഇത് പാടില്ല, തെറ്റാണ് എന്ന് പറയുകയായിരുന്നു. എന്നാൽ അവിടെ ആശംസക്ക് പോകുന്ന, അവിടെ ഉദ്ഘാടനത്തിന് പോകുന്ന, അവിടെ നേർച്ചകളിൽ പങ്കെടുക്കാൻ പോകുന്ന, ഉറൂസുകളിൽ പങ്കെടുക്കാൻ പോകുന്ന ഏത് പണ്ഡിതനാണ് ഇത് പാടില്ല, ചെണ്ടമേളം പാടില്ല, ഇത് ഇസ്ലാമിൻ്റെതല്ല, ഇത് ഇതര മതസ്ഥരിൽ നിന്ന് കടന്നു വന്ന ആചാരമാണ് എന്ന് പറയുകയും ആളുകളെ അത് തിരുത്തി കൊടുക്കുകയും ചെയ്യുന്നത് ആരാണ്? നമുക്ക് കാണാൻ കഴിയില്ല. മറിച്ച് അതിനെ ന്യായീകരിക്കുകയാണ് പണ്ഡിതന്മാർ. തങ്ങളോട് ആ വിഷയത്തിൽ ചോദ്യം വരുമ്പോൾ പണ്ഡിതന്മാർ പറയുന്ന മറുപടി അവരുടെ നാവുകളിലൂടെ തന്നെ നിങ്ങളൊന്ന് കേട്ടുനോക്കുക. ആയിക്കോട്ടെ ഉണ്ടായിക്കോട്ടെ, ഞാൻ പറഞ്ഞല്ലോ ദുരിയായ അതായത് നടു കുടുങ്ങിയതും രണ്ടു ഭാഗം വിശാലമല്ലാത്തതുമായ ചെണ്ട, വലിയ ചെണ്ട, അത് ഇട്ടാ കുഴപ്പമില്ല. ആ ചായ തന്നെയാണ് ഇതിനെന്താ? അപ്പൊ ആ ഉത്സവത്തിലുള്ള നിയമം തമ്മിൽ എതിർപ്പില്ല. അവിടെ ഈ ദുനിയയുടെ വിഷയം വരുന്നത് കുടുംബ ദുനിയയുടെ വിഷയം വലിയ വിഷയം തന്നെയാണ്, വീട്ടിൽ വലിയ വിഷയം തന്നെയാണ്. പറയുന്നത് അത് വലിയ ശരിയായിട്ടാണ്. സാധാരണയായി നേർച്ച സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന ചെണ്ടക്ക് കുഴപ്പമില്ല. മറിച്ച് ഉടുക്ക് എന്നറിയപ്പെടുന്ന നടുകുടുങ്ങിയ രണ്ടു ഭാഗവും വീതിയുള്ള ചെണ്ട മാത്രമാണ് പാടില്ലാത്തത്. മറ്റ് ചെണ്ടകൾ നേർച്ച സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് പണ്ഡിതന്മാർ ഫത്വ നൽകിയിരിക്കുന്നു. എവിടെ നിന്നാണ് തെളിവ്? എന്താണ് പ്രമാണം? ഖുർആനാണോ, സുന്നത്താണോ, സലഫ് സാലിഹുകളുടെ ശരീഅയാണോ? അല്ല, മറിച്ച് നാട്ടിലെ എല്ലാ ജാറങ്ങളിലും നടക്കുന്നു. ആ ജാറങ്ങളിൽ നടക്കുന്ന ഈ അനാചാരം പാടില്ലെന്ന് പറഞ്ഞാൽ, ഇതിനെ എതിർത്താൽ തങ്ങൾക്ക് ഇവിടെ നിലനിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ പുരോഹിതന്മാരാണ് അതിനനുകൂലമായി ഫത്വ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നേർച്ച സ്ഥലങ്ങളിൽ ആനകളെ എഴുന്നള്ളിക്കുന്നു. ഇസ്ലാമിലുള്ളതാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതെങ്കിലും ഖബറുകളുടെ അരികിലേക്ക് ആനയെയോ ഒട്ടകത്തെയോ കുതിരയെയോ അലങ്കരിച്ച് എഴുന്നള്ളിച്ച ഒരു പാരമ്പര്യം ഇസ്ലാമിന് പറയാൻ കഴിയില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഷഹീദായ രക്തസാക്ഷികളായ സ്വഹാബിമാരുടെ ഖബറുകൾ കെട്ടിയുയർത്തി അവിടെ മൃഗങ്ങളെ അലങ്കരിച്ച് എഴുന്നള്ളിച്ചിരുന്നു എന്ന ഒരു സമ്പ്രദായത്തിന് തെളിവ് പറയാൻ നമുക്ക് കഴിയില്ല. പിന്നെയോ എവിടെ നിന്നാണ് കടന്നു വന്നത്? നമ്മുടെ നാട്ടിലെ ഹൈന്ദവ ആചാരമാണ് ആനയെ എഴുന്നള്ളിക്കുക എന്നത്. പക്ഷേ പണ്ഡിതന്മാരത് സമ്മതിക്കില്ല. അവർ ന്യായീകരിക്കുന്നു. എന്ന് പറഞ്ഞാണ് ന്യായീകരിക്കുന്നത്. ആനയെ കാണാൻ പാടില്ല, ആനയെ തൊടാൻ പാടില്ല എന്നൊന്നും ഖുർആൻ പറഞ്ഞിട്ടില്ല. ആന മറ്റ് മതസ്ഥരുടെ അടയാളങ്ങളല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിന് ന്യായീകരണമുണ്ട്. മറ്റു മതത്തിലുള്ള ആളുകൾ ഷർട്ട് ധരിക്കുന്നു എന്നതുകൊണ്ട്, അവർ തുണി ധരിക്കുന്നു എന്നതുകൊണ്ട്, അവർ വെളിച്ചം ഉപയോഗിക്കുന്നു എന്നതുകൊണ്ട് അത് പാടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എന്ന് ന്യായീകരിച്ചുകൊണ്ട്, ആനയെ എഴുന്നള്ളിക്കുന്നതിന് ന്യായീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ ഫത്വ നൽകുന്നുണ്ട്. അതുകൂടി നിങ്ങളൊന്ന് കേൾക്കണം. വേറെന്താ മുട്ടൽ? ആനക്കൊക്കെ കുഴപ്പം. ആന എന്ന് പറഞ്ഞ ഹറാമെന്ന് അറിയിക്കുന്നുണ്ടോ? ഖുർആനിൽ പറയുന്നു ആനന്ന് തൊടാൻ പാടില്ല, കാണാൻ പാടില്ല, ഉപയോഗിക്കാൻ പാടില്ല. ഇല്ല. വേറെന്താ? ഇത് മറ്റു മതസ്ഥരുടെ ഷിയാറുകളാണ്. അല്ല, ഷിയാറാണോ അല്ലെങ്കിൽ നമുക്ക് പിന്നെ ചിന്തിക്കാം. വേറെന്താ? ആനല്ലേ മറ്റു മതസ്ഥരുടെ ഷിയാറൊന്നല്ല. മറ്റു മതസ്ഥരുടെ ഷിയാറാകുമ്പോൾ മറ്റു മതസ്ഥർ ചെയ്യണമെന്ന് നമുക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മറ്റു മതസ്ഥർ പുള്ളിയെടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പുള്ളിയെടുക്കാൻ പാടില്ല, കാര്യങ്ങൾ കുടുംബമല്ലോ. മറ്റു മതസ്ഥർ കുപ്പാടി നമുക്ക് കുപ്പാടാൻ പാടില്ല പറഞ്ഞാൽ അതുപോലെ നമുക്ക് വെളിച്ചം കത്തിച്ചിട്ടുണ്ട്, നമുക്ക് വെളിച്ചം കത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ മറ്റൊരു വശമാണ്. ഇസ്ലാം എന്ന് പറയുന്നതും ഇസ്ലാമിന്റെ വിഷയങ്ങളെ കുറിച്ച് കൃത്യവും വ്യക്തവുമായ മാർഗനിർദ്ദേശം ഇസ്ലാം തോന്നിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആന എന്ന് പറയുന്നത്
പറയുന്നത് ആനകളെ കൊണ്ടുവരുമ്പോൾ അറാമൊന്നും ആവില്ല എന്ന് കരുതിയിട്ട് ആനകളെ കൊണ്ടുവരുന്ന വലിയ പുണ്യാണെന്ന് നമുക്ക് വാദമില്ല. ഞാൻ അങ്ങനെ ആരും മനസ്സിലാക്കുന്നില്ല. അപ്പൊ അതിനകത്ത് അത് വലിയ പുണ്യകർമ്മമാണെന്ന് അതിന് കാരണമൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. അതത്ര പ്രശംസിക്കപ്പെടേണ്ടതോ അല്ലെങ്കിൽ പ്രോത്സാഹിക്കപ്പെടേണ്ടതോ ആണ് എന്നൊന്നും ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഒരാളൊരാളിനെ കൊണ്ടുവന്നു, ആനപ്പുറത്തുകളെ നടന്നു, യാത്ര ചെയ്തു, ഇസ്ലാമിന് തെറ്റുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടില്ലാവുകയാണെങ്കിൽ അത് മറ്റു കാരണങ്ങളാൽ തെറ്റാവും. അത് ആന മാത്രമല്ല, നമ്മളെ വണ്ടി മറ്റൊരാളെ ആക്സിഡന്റ് ആയി ബുദ്ധിമുട്ടാകുന്നതൊക്കെ തന്നെ. അപ്പൊ അത് ആനയ്ക്ക് മാത്രം പ്രത്യേകതല്ല. ബുദ്ധിമുട്ടും വിഷമവും എവിടെ വരുന്നുണ്ടോ അതെല്ലാവർക്കും പ്രശ്നം വരും. അപ്പൊ അതനുസരിച്ച് ആനക്കും വരും, കുതിരക്കും വരും, വഹാബിക്കും വരും, എല്ലാവർക്കും വരും. അതുകൊണ്ട് മാത്രം സംഗതി തെറ്റാണ് എന്ന് ശരിക്കും പറയാൻ പറ്റില്ല. ആനയെ എഴുന്നള്ളിക്കുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ, അതിനെക്കുറിച്ചുള്ള മതപരമായ അഭിപ്രായം ചോദിച്ചപ്പോൾ ഒരു പണ്ഡിതൻ നൽകിയ ഫത്വയാണ് നാം കേട്ടത്. ഖുർആനിൽ ആനയെ കാണരുതെന്നോ തൊടരുതെന്നോ ഇല്ല. ആനയെ കാണാമോ ആനയെ തൊടാമോ എന്നതല്ല ചോദ്യം. ആന ഹറാമാണെന്ന് ഖുർആനിലുണ്ടോ എന്നല്ല ചോദ്യം. ആനപ്പുറത്ത് യാത്ര ചെയ്യാമോ എന്നല്ല ചോദ്യം. ആനയെ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താമോ എന്നല്ല ചോദ്യം. നേർച്ച സ്ഥലങ്ങളിൽ ആനയെ എഴുന്നള്ളിക്കുന്നതിന് എന്താണ് തെളിവ് എന്നായിരുന്നു ചോദ്യം. അതിനെപ്പറ്റി പറഞ്ഞത് എന്താ? അത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല, പിന്നെയോ വലിയ പുണ്യമുള്ള കാര്യമാണെന്ന് പറയാൻ പറ്റില്ല എന്നാണ്. അപ്പൊ ചെറിയ പുണ്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ വലിയ പുണ്യമില്ല എന്ന് മാത്രമേ മുസ്ലിയാർക്ക് പറയാൻ തോന്നിയിട്ടുള്ളൂ എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ നമ്മൾ കേട്ടു. പിന്നെയോ ആനയെ എഴുന്നള്ളിക്കുന്നിടത്ത് കുഴപ്പമുണ്ടായാലോ അത് ആനയെ എഴുന്നള്ളിക്കുന്നതിന് മാത്രമല്ല, അത് സാധാരണ വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ അപകടങ്ങൾ ഉണ്ടാകും. അത്തരം കുഴപ്പങ്ങളെ പോലെ തന്നെ ഈ കുഴപ്പവുമുള്ളൂ എന്ന് വരെ പറഞ്ഞ് ന്യായീകരിക്കുന്നത് നാം കേട്ടു. പണ്ഡിതന്മാർ സമൂഹത്തിന്